കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്തബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് ബജറ്റിലൂടെ കേന്ദ്രം ചെയ്തതെന്ന് മന്ത്രി. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നത കുലജാതൻ മന്ത്രിയാകണമെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നതായി സുരേഷ് ഗോപി. മാള ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ സസ്പെൻഷൻ. കെ.ഒ. പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കെ.എസ്.യു പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിലാണ് നടപടി. വ്യാജരേഖ ചമച്ച് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി നേടിയ ഉദ്യോഗസ്ഥനെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്താക്കി. ദേവസ്വത്തിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ജോലി ചെയ്യുന്ന കോലടി സ്വദേശി അനൂപ് ചന്ദ്രനെയാണ് പുറത്താക്കിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയ തിരുവല്ലാമലയിലെ സർക്കാർ അതിഥി മന്ദിരം നോക്കുകുത്തിയായി മാറുന്നു. 20 വർഷം മുൻപാണ് അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. അപകടക്കണിയായി നടുലാൽ ജംഗ്ഷനിൽ മാൻഹോളിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. തകർന്ന സ്ലാബ് മാറ്റാൻ അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. കാഞ്ഞാണിയിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ സ്വകാര്യ ബസ്സുകൾ. ആംബുലൻസ് വഴിയിൽ കുടുങ്ങിയത് 5 മിനിറ്റോളം. ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ 3 സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്തബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിൽ പണം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, വയനാടിനെ ഒന്ന് പരാമർശിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഒരു ജനതയോട് നടത്തുന്ന ക്രൂരമായ ഇടപെടലിന്റെ ഭാഗമാണിതെന്നും മന്ത്രി ടി.സി.വിയോട് പറഞ്ഞു. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് ബജറ്റിലൂടെ കേന്ദ്രം ചെയ്തത്. കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ചൂരൽമലയിലുണ്ടായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തി പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ ഒന്ന് ചൂരൽമലയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ചൂരൽമലയിലെ ജനങ്ങളോട് കാണിച്ചത് നിരാശാജനകമെന്ന വാക്കിൽ അവസാനിപ്പിക്കാനാകില്ല. കേരളം കണ്ട സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അതിതീവ്രമായിട്ടുള്ള ദുരന്തമുണ്ടായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. IMCTയുടെ നേരിട്ടിട്ടുള്ള സംഘമെത്തി ഇത് അതിതീവ്രമായിട്ടുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചു. ആ ദുരന്തത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയില്ല. അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവം. കേരളത്തിനോട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഈ ക്രൂരതയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ കോടതിയിൽ വിധിയുണ്ടാകും. അതിൽ കേന്ദ്രത്തിൽ പോകുന്നവരൊക്കെ ഏത് പൊസിഷനിലിരുന്നാലും അവർ പ്രതിനിധീകരിക്കുന്നത് ഈ കേരളത്തെയാണെന്ന് മറക്കരുത്. അവർ മലയാളിക്ക് വേണ്ടിയാണ് പോകുന്നത് എന്ന് മറക്കരുത്. ബഹുമാനപ്പെട്ട ഗവർണർ കേരളത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞ 2025 ഡിസംബർ 31 മുമ്പ് അവസാനത്തെ ദുരന്തബാധിതരും വീടുണ്ടാക്കി കൊടുക്കുമെന്ന തീവ്രമായിട്ടുള്ള ഇച്ഛാശക്തിയോടെ കേരള ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇനിയൊന്നും കാത്തിരിക്കാനില്ല. കേരളത്തിന് കിട്ടാവുന്ന എല്ലാ വിഭവങ്ങളെയും നിരത്തി കേരളം ഏറ്റവും വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ബജറ്റുമായി ബന്ധപ്പെട്ട തൃശൂർ MP കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഉചിതമല്ല. കേരളത്തിന് കിട്ടിയ ഫണ്ടുകളെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി ബജറ്റിലൂടെ സംസ്ഥാനത്തിന് എന്ത് നൽകിയെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണമെന്നും രാജൻ ആവശ്യപ്പെട്ടു. ഒരു സഹമന്ത്രിയുള്ള കേരളത്തിന് വോട്ട് ചെയ്ത് ജയിക്കപ്പെട്ടൊരു സഹമന്ത്രി ഇവിടെ നിന്നാണ്. അദ്ദേഹം തന്നെ വാഗ്ദാനങ്ങളുടെ നിരത്തിയിരുന്നു. ഇനിയിപ്പോൾ അനുബന്ധങ്ങളിൽ ഏതെങ്കിലും ഉൾപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വെളിപ്പെടുത്തുമായിരുന്നു. അദ്ദേഹം കൂടി വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ തൃശ്ശൂരിനൊന്നും കിട്ടിയില്ല. അതിൽ ദുഃഖമാണുള്ളത്, കടുത്ത ദുഃഖമാണ്. എങ്ങനെ പണം കിട്ടിയാലും തൃശ്ശൂർ നന്നാകണം എന്നാണ് തൃശ്ശൂർക്കാരുടെ ആഗ്രഹം. അപ്പോൾ അത് തൃശ്ശൂരിനോടും കേരളത്തിനോടുമുള്ള പൊതു അവഗണനയിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. ഒല്ലൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ തഹസിൽദാരെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുപ്പിനുള്ള മാർക്കിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തുടർ നടപടികൾക്കായി 10 അംഗ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ മാർക്കിംഗ് നടപടികൾ ആരംഭിച്ചു. 2 ദിവസം മുമ്പ് ഉത്തരവിലൂടെ തന്നെ നിലവിലുള്ള LAO ജനറൽ ശ്രീമതി ബിന്ദുവിനെ സ്പെഷ്യൽ തഹസിൽദാരായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് വേണ്ടി നിയമിച്ചു കഴിഞ്ഞു. അവർക്ക് പുറമെ 10 അംഗങ്ങളുള്ള ഒരു പുതിയ ടീമിനെ ഒല്ലൂരിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മാത്രം നിയന്ത്രിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏറ്റവും വേഗതയിലാണ് പ്രഖ്യാപിച്ച് 1 മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ പൂർണ്ണമായ ഭൂമി ആർക്കും പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് തന്നെ ഏറ്റെടുക്കൽ നടപടികൾ 2025 തന്നെ പൂർത്തിയാക്കി നമ്മൾ റോഡ് നിർമ്മാണത്തിലേക്ക് പോകും.
TCV ന്യൂസ്, തൃശൂർ. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നതകുലജാതൻ മന്ത്രിയാകണമെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആദിവാസി ക്ഷേമ വകുപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും ഉന്നതകുലജാതൻ വകുപ്പ് മന്ത്രിയായാൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഡൽഹി മയൂർ വിഹാറിൽ BJP കേരള ഘടകം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് മന്ത്രിയുടെ പരാമർശങ്ങൾ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നാക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. ആദിവാസി വിഭാഗത്തെ നയിക്കാൻ ഉന്നതകുലജാതർ വരണമെന്നായിരുന്നു പരാമർശം. ജാതി വേർതിരിവ് മാറ്റണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഏത് ഇക്കണോമിക് കാറ്റഗറിയിൽപ്പെട്ടവരായാലും ശരി തന്നെ, ഏത് ഇന്റലിജൻസ് കോഷ്യന്റ് എടുത്താൽ പോലും അങ്ങനെ നമുക്ക് എത്ര വേരിയൻസ് ഉണ്ട്? ഹൺഡ്രഡ്സോ തൗസൻഡ്സോ 10,000s maybe lakhs വേരിയൻസ്. ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാനൊക്കത്തില്ല. തൃശൂരിനെ ഇങ്ങ് എടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് വോട്ടർമാരെ വിശ്വസിപ്പിച്ച് ലോക്സഭാംഗമായി സുരേഷ് ഗോപി MP തൃശൂരിന്റെ അടക്കം നടത്താൻ വന്ന കുഴിവെട്ടുകാരനായി മാറുന്ന കാഴ്ചയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബജറ്റിലൂടെ കാണുന്നതെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ആരോപിച്ചു. മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ പ്രധാനമന്ത്രിയും സുരേഷ് ഗോപി MPയും തൃശൂരിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം വാറണ്ടി തീർന്ന വായുഗുളിക പോലെയായി. സുരേഷ് ഗോപിക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ചുമതലയുണ്ടായിട്ട് പോലും സ്വന്തം മണ്ഡലത്തിൽ 4 അണയുടെ വികസന പദ്ധതി ബജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും ജോൺ ഡാനിയൽ ആരോപിച്ചു. മാള ഡിസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സണെ സസ്പെൻഡ് ചെയ്തു. KO പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. SFI KSU സംഘർഷത്തിൽ പങ്കാളികളായ KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിലാണ് നടപടി. ആംബുലൻസ് യാത്ര സെൽഫി എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ വിഷയം ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസ് തന്നെയാണെന്ന ആക്ഷേപമുയർന്നത്. ഈ സാഹചര്യത്തിലാണ് ചെയർപേഴ്സണയ്ക്ക് എതിരെ പരാതി ഉയർന്നതും സസ്പെൻഷൻ ഉണ്ടാകുന്നതും. സംഘർഷത്തിൽ നിരവധി SFI KSU പ്രവർത്തകരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. വ്യാജരേഖ ചമച്ച് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി നേടിയ ഉദ്യോഗസ്ഥനെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്താക്കി. ദേവസ്വത്തിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ജോലി ചെയ്യുന്ന കോലടി കാട്ടുങ്ങൽ വീട്ടിൽ അനൂപ് ചന്ദ്രനെയാണ് ബോർഡ് പുറത്താക്കിയത്. ബോർഡ് നടത്തുന്ന പരീക്ഷകളിൽ നിന്ന് ഇയാളെ ഡീബാർ ചെയ്തു. കഴിഞ്ഞ ജനുവരി 23-ാം തീയതി ചേർന്ന റിക്രൂട്ട്മെന്റ് ബോർഡ് യോഗമാണ് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. വ്യാജരേഖ ഉപയോഗിച്ച് ജോലി നേടി തന്റെ അവസരം തട്ടിയെടുത്തെന്ന് ആരോപിച്ച് ഒരു ഉദ്യോഗാർത്ഥി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതി വിജിലൻസിനോട് അന്വേഷിക്കുവാൻ ഉത്തരവിട്ടു. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജരേഖ ഉപയോഗിച്ച് അനൂപ് ജോലിയിൽ പ്രവേശിച്ചതെന്ന് കണ്ടെത്തിയത്. വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡ് നടപടിയെടുത്തത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയ തിരുവല്ലാമലയിലെ സർക്കാർ അതിഥി മന്ദിരം നോക്കുകുത്തിയായി മാറുന്നു. 20 വർഷം മുൻപാണ് അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള അതിഥി മന്ദിരം ഇന്ന് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതിഥി മന്ദിരത്തിൽ ഇതുവരെ ഒരു അതിഥി പോലും താമസത്തിനായി വന്നിട്ടില്ല. സർക്കാർ സംവിധാനത്തിലെ പണി കഴിപ്പിച്ച ഈ അതിഥി മന്ദിരം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്ഷേത്ര ദർശനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി തിരുവില്ലാമലയ്ക്ക് പുറമേ നിന്നും വരുന്നവർക്ക് ആശ്രയമാകേണ്ടിയിരുന്ന കെട്ടിടമാണ് നശിച്ചു കിടക്കുന്നത്. കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർന്ന രീതിയിലും സീലിംഗ് അടർന്നു വീണും ശോചനാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന കെട്ടിടം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വില്ലാദ്രിനാഥ ഏകാദശി മഹോത്സവത്തിന് മുന്നോടിയായെങ്കിലും ഈ അതിഥി മന്ദിരം തുറന്നു നൽകണമെന്ന് പൊതുപ്രവർത്തകരായ ഷീല പണിക്കർ പറഞ്ഞു. ഈ അതിഥി മന്ദിരം 2 പതിറ്റാണ്ടായി ഇത് പണി കഴിപ്പിച്ചിട്ട് നിർഭാഗ്യവശാൽ ഈ അതിഥി മന്ദിരത്തിന് ഒരു അതിഥിയെ പോലും ആതിഥ്യമരുളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാ അമ്പലങ്ങളും സമുച്ചയമായി ഇവിടെ ഉള്ളപ്പോൾ ഒരു അതിഥിക്ക് താമസിക്കാൻ പോലും പറ്റാതെ 20 വർഷക്കാലമായി ഇത് ശോചനീയ അവസ്ഥയിലാണ്. ഈ അതിഥി മന്ദിരം ഉപയോഗപ്രദമാക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തിരുവല്ലാമല പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷയാണുള്ളത്. അതിഥി മന്ദിരം പ്രവർത്തന സജ്ജമായാൽ വില്ലാദ്രിനാഥ ക്ഷേത്രം, ഷിർദി സായിബാബ ക്ഷേത്രം, കൊച്ചു പറങ്ങോട്ടുകാവ് ക്ഷേത്രം, പാമ്പാടി ഐവർമഠം എന്നിവിടങ്ങളിൽ വരുന്നവർക്ക് തങ്ങാനൊരു ആശ്രയമായി മാറും ഇവിടം. TCV ന്യൂസ്, ചേലക്കര. അപകടക്കണിയായി നടുവലാൽ ജംഗ്ഷനിൽ മാൻഹോളിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. നടുവിലാൽ ജംഗ്ഷനിലുള്ള മാൻഹോളിന്റെ തകർന്നുകിടക്കുന്ന കോൺക്രീറ്റ് സ്ലാബാണ് അപകടക്കെണിയായിരിക്കുന്നത്.
നേരത്തെ ഇതേ മാൻഹോളിൽ കമ്പി പൊന്തി നിൽക്കുന്ന അപകട സാഹചര്യം ഉണ്ടാവുകയും TCV വാർത്തയെ തുടർന്ന് കോർപ്പറേഷൻ അധികൃതർ പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ സ്ഥലത്ത് വീണ്ടും സ്ലാബ് തകർന്ന അവസ്ഥയാണ്. അവിടെ നമ്മുടെ ഈ MG റോഡ് തുടക്കത്തിൽ തന്നെ ആ മാൻഹോളിൻ്റെ ഭാഗങ്ങൾ തകർന്ന് നടക്കുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണേ. ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചില യാത്രക്കാർ ക്രോസ് ചെയ്യുമ്പോൾ കാല് അതിൻ്റെ ഉള്ളിൽ വിടുക. അതുപോലെ നമ്മൾ ഈ സിമ്പിളായിട്ട് ഓടുന്ന ഈ ഓട്ടോസ്റ്റൈൽ ഓരോ വീല് വീഴുമ്പോഴും ഒരു ഷോക്ക് അപ്സർ തന്നെ 850 രൂപ. ഒരു ദിവസം ഓടി കിട്ടുന്ന അത്ര കാശ് കിട്ടില്ല. അത്രയ്ക്കധികം മെയിൻ്റനൻസ് ഉള്ള വരണേ. അധികൃതർ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഞങ്ങളുടെ ജീവനോപാധി മാർഗ്ഗമാണ് ഇതൊക്കെ. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. ആ ഗട്ടർ ഒരു വട്ടം അടച്ചിട്ടുള്ളതാണ്. അതിൽ വണ്ടികൾ ചാടി കുറേ കേടുപാടുകൾ സംഭവിച്ചില്ല. പിന്നെ ടൂ വീലറുകാരാണ് കൂടുതലും വീഴാറുള്ളത്. കൂടാതെ 2 കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതിനാൽ പലപ്പോഴും യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നത് ഇതേ മാൻഹോളിന്റെ സ്ലാബ് കടന്നാണ്. ദിനം പ്രതി നിരവധി വാഹനങ്ങളും യാത്രക്കാരുമാണ് ഇതേ വഴി കടന്നുപോകുന്നത്. ഏതു നിമിഷവും സ്ലാബ് പൂർണ്ണമായും തകരാൻ സാധ്യതയുണ്ട്. തകർന്ന സ്ലാബ് മാറ്റാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദിനം പ്രതി നിരവധി ആളുകൾ കടന്നു പോകുന്ന ഈ റോഡിലെ ഈ കുഴി അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ഡെൽന ലാസർ. കാഞ്ഞാണിയിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ സ്വകാര്യ ബസ്സുകൾ. ബ്ലോക്കിൽ എതിർദിശയിലൂടെ മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തു വന്ന ബസ്സുകളാണ് ആംബുലൻസിന്റെ വഴി മുടക്കിയത്. ഇതേ തുടർന്ന് 5 മിനിറ്റോളം ആംബുലൻസ് റോഡിൽ കുടുങ്ങി. ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ ബസ്സുകൾക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. ശ്രീമുരുക, അനുശ്രീ, സെന്റ് മേരീസ് എന്നീ ബസ്സുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പുത്തൻപിടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ പെരിങ്ങോട്ടുകര സർവതോഭദ്രത്തിന്റെ ആംബുലൻസാണ് സ്വകാര്യ ബസ്സുകളുടെ ധിക്കാരപരമായ നടപടി മൂലം വഴിയിൽ കുടുങ്ങിയത്. ആംബുലൻസിന്റെ സൈറൻ മുഴക്കി ബസ്സുകൾ വഴിമാറി കൊടുക്കാത്തതിന്റെ ദൃശ്യങ്ങൾ ആംബുലൻസ് ഡ്രൈവറാണ് മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. 2 ബസ്സുകൾ റോങ് സൈഡിൽ കയറിവന്ന് ആംബുലൻസിന്റെ വഴി മുടക്കുകയായിരുന്നു. ബസ് ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി അറിയിച്ചു. അഴീക്കോട് കടലിൽ എഞ്ചിൻ നിലച്ച് അപകടത്തിൽപ്പെട്ട ബോട്ടിലെ 6 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മെലൂഹ എന്ന ബോട്ടാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. കരയിൽ നിന്നും കടലിൽ നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം. ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമയുടെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, ബോട്ട് സ്റ്റാങ് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വടക്കാഞ്ചേരി ഷൊർണൂർ റോഡിൽ വാഴക്കോട് കാറിടിച്ച് പുള്ളിമാൻ ചത്തു. 2 വയസ്സ് പ്രായമായ പുള്ളിമാനാണ് കാറിടിച്ച് ചത്തത്. റോഡിലൂടെ പോകുകയായിരുന്ന വാഹനത്തിന് മുന്നിലേക്ക് പുള്ളിമാൻ ചാടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തിൽ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പൂങ്ങോട് സ്റ്റേഷനിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ചർ മനോജ് ദാമോദരന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചു. ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ ഡോക്ടർ മിഥുന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി മാനന്റെ ജഡം സംസ്കരിച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൾ റഹീം, S ഷിബു, KB രാജേഷ്, വാച്ചർ ബാലകൃഷ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും താലികെട്ടിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അവധി ദിനമായതും മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. 231 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയത്. ഇതിൽ 212 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. തിരക്ക് കണക്കിലെടുത്ത് ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനത്തിനും സമയബന്ധിതമായി താലികെട്ട് നടത്തുവാനും ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 5 മണി മുതലാണ് വിവാഹങ്ങൾ ആരംഭിച്ചത്. ഇതിനായി 5 വിവാഹ മണ്ഡപങ്ങളാണ് ഒരുക്കിയത്. ഓരോ വിവാഹ സംഘത്തിലെയും 24 പേരെ മാത്രമാണ് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചത്. വിവാഹത്തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിനുള്ള വരി വടക്കേ നടയിലേക്ക് മാറ്റിയിരുന്നു. പുലർച്ചെ നിർമ്മാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. തിരക്ക് നിയന്ത്രിക്കാനായി കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും പോലീസിനെയും നിയോഗിച്ചിരുന്നു. മുകേഷ് MLAക്കെതിരായ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുകേഷിനെതിരായ ഡിജിറ്റൽ സാഹചര്യ തെളിവുകളടക്കം അടങ്ങുന്നതാണ് കുറ്റപത്രം. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. നേരത്തെ മുകേഷിനെതിരെ തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 2011 സിനിമാ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു നടിയുടെ പരാതി. പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്.
കുന്നംകുളത്ത് നടക്കുന്ന സീനിയേഴ്സ് നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് തിങ്കളാഴ്ച സമാപിക്കും. മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ 3-ാം ദിവസമായി ഞായറാഴ്ച ഹഡിൽസ് 200, 300, 400 മീറ്റർ ഓട്ടമത്സരം, 400 മീറ്റർ റിലേ എന്നീ മത്സരങ്ങൾ നടന്നു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000-ലധികം പുരുഷ വനിതാ മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യ ലോക ജേതാക്കളായത്. മാള പഞ്ചായത്തിൽ പൊതുശ്മശാനത്തിന് സ്ഥലം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സഞ്ചരിക്കുന്ന ക്രിമറ്റോറിയം ഒരുക്കാൻ പദ്ധതി വരുന്നു. ക്രിമറ്റോറിയത്തിനു വേണ്ടി 8 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വികസന ഫണ്ടിൽ നിന്നും 5ഉം തനത് ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത്. കൂടാതെ മൊബൈൽ ക്രിമറ്റോറിയത്തിനായി വാഹനം വാങ്ങുന്നതിന് 15 ലക്ഷവും അനുവദിച്ചു. മൊബൈൽ ഫ്രീസറിന് 1.5 ലക്ഷവും ക്രിമറ്റോറിയം ജീവനക്കാർക്ക് വേതനത്തിനായി 2 ലക്ഷത്തിൽ പരം രൂപയും അനുവദിച്ചിട്ടുണ്ട്. മൊബൈൽ ക്രിമറ്റോറിയം അനിവാര്യമായതിനാലാണ് പദ്ധതി ആവിഷ്കരിച്ചതെന്നും സ്ഥലം ലഭ്യമായാൽ ആധുനിക ശ്മശാനം നിർമ്മിക്കുന്നത് പരിഗണിക്കുമെന്നും മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ ഒരു മരണം നടന്നാൽ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്കത് നടത്താൻ സാധിക്കില്ല. മറ്റുള്ള പഞ്ചായത്തുകളെ ആശ്രയിച്ച് അവർ തരുന്ന സമയത്താണ് നമ്മൾ ബോഡി സംസ്കരിക്കുന്നത്. ആ ജനങ്ങളുടെ വിഷമതകളും ദുരിതങ്ങളും കണ്ടുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ മൊബൈൽ ക്രിമിറ്റോറിയവും മൊബൈൽ ഫ്രീസറും വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണത്. മൃതദേഹ സംസ്കാരത്തിനായി പൊതുശ്മശാനങ്ങളില്ലാത്ത മാള പഞ്ചായത്തിൽ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ പദ്ധതി. അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത്. മാളയിൽ നിന്ന് ഇപ്പോൾ കൊരട്ടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലേക്കാണ് മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത്. സ്വന്തം പഞ്ചായത്തിൽ സൗകര്യമുണ്ടായാൽ കുറഞ്ഞ ചെലവിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയും. ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ക്രിമിറ്റോറിയം ഉപയോഗിക്കാൻ കുറഞ്ഞ സ്ഥലം മാത്രമാണ് ആവശ്യമുള്ളത്. മൃതദേഹ സംസ്കാരം പൂർത്തീകരിക്കാൻ 1 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു മൃതദേഹം സംസ്കരിക്കാൻ ശരാശരി 10 കിലോ ഗ്യാസാണ് ആവശ്യമുള്ളത്. പ്രകൃതി സൗഹൃദമായ ഈ ക്രിമിറ്റോറിയം സ്വന്തമായി സ്ഥലമില്ലാത്തവർക്കും പ്രയോജനപ്പെടും. TCV മാള. കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ 47ാമത് ജില്ലാ സമ്മേളനം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് MP അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ സെക്രട്ടറി NA അനുരാഗ്, KD STF ജില്ലാ സെക്രട്ടറി G പത്മാദേവി, ജില്ലാ ട്രഷറർ ബിജിത P നായർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയോര ഗ്രാമമായ പാലപ്പള്ളിയിൽ നിന്നും സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സുഫ്ന ജാസ്മിൻ എന്ന കൊച്ചുമിടുക്കി. പ്രതിസന്ധികൾ പലതുമുണ്ടായിട്ടും എല്ലാ കഷ്ടപ്പാടിനെയും തരണം ചെയ്യുവാനുള്ള മനക്കരുത്തുകൊണ്ട് സുഫ്ന നേടിയെടുത്തത് വർഷങ്ങളായി കണ്ട സ്വപ്നമാണ്. ഏറെ കഠിനാധ്വാനത്തിനും പരിശ്രമങ്ങൾക്കും ഒടുവിലാണ് പാലപ്പള്ളി സ്വദേശിയായ സുഫ്ന ജാസ്മിൻ ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ വനിതകളുടെ വെയ്റ്റ് ലിഫ്റ്റിംഗിലൂടെ കേരളത്തിന്റെ ആദ്യത്തെ സ്വർണം സ്വന്തമാക്കിയത്. പാലപ്പള്ളി പള്ളിക്കുന്ന് സ്കൂളിൽ 8ാം ക്ലാസ് വരെ പഠിച്ച സുഫ്ന അന്നേ ഓട്ട മത്സരത്തിലും പോൾവാട്ടിലും മത്സരിച്ചിരുന്നു. പിന്നീട് നാട്ടിക സ്പോർട്സ് അക്കാദമിയിലും പഠിച്ചു. ക്രൈസ്റ്റിലെ ഹാർബിന്റെ കീഴിൽ പരിശീലിച്ച് സ്കൂൾ നാഷണൽ, ജൂനിയർ നാഷണൽ, അന്തർ സർവകലാശാല മത്സരങ്ങളിലും സ്വർണം നേടി. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന് കീഴിൽ തൃശൂരിലെ ജിമ്മിൽ ചിത്ര ചന്ദ്രമോഹന്റെ കീഴിലാണ് സുഫ്ന പരിശീലിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 ദേശീയ റെക്കോർഡുകൾ സുഫ്നയ്ക്ക് ലഭിച്ചിരുന്നു. ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ബെസ്റ്റ് ലിഫ്റ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ 2022 45 കിലോ വിഭാഗത്തിൽ ജൂനിയർ ദേശീയ ചാമ്പ്യനുമായിരുന്നു. തന്റെ മുന്നിലുണ്ടായിരുന്ന നിരവധി പ്രശ്നങ്ങളെ തരണം ചെയ്ത സുഫ്നയ്ക്ക് മത്സരത്തിന്റെ അവസാന നിമിഷത്തേക്കടുത്തപ്പോൾ നേരിടേണ്ടി വന്നത് കടുത്ത പ്രതിസന്ധിയായിരുന്നു. മത്സരത്തലേന്ന് 2 കിലോഗ്രാം ഭാരം കൂടുതലാണെന്നറിഞ്ഞ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി വെള്ളം പോലും കുടിക്കാതെ അവസാന കൈയായി മുടിവര മുറിച്ച് സുഫ്ന എത്തിപ്പിടിച്ചത് തന്റെ സ്വപ്നത്തിലേക്കാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ BA ഇംഗ്ലീഷ് 3ാം വർഷ വിദ്യാർത്ഥിനിയായ സുഫ്ന പാലപ്പള്ളിയിലെ ടാപ്പിംഗ് തൊഴിലാളിയായ പരവരാഗത്ത് സലീമിന്റെയും ഖദീജയുടെയും ഇളയ മകളാണ്. അവിടെ ഏതാണ്ട് ഒരു 6ാം ക്ലാസ് തൊട്ട് മത്സരിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ് ആയപ്പോൾ തന്നെ അവൾക്ക് ഒരു സ്റ്റേറ്റ് മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാഷണൽ മെഡൽ കിട്ടി. ഗോൾഡ് മെഡൽ കേരളത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. അത് വലിയ സന്തോഷമായ കാര്യമാണ്. അവൾക്ക് സ്പോർട്സിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു മെഡലൊക്കെ കിട്ടി. ഇപ്പൊ ഒരു വലിയ മേഡത്തിൽ എത്തിയിട്ട് നല്ല സന്തോഷമുണ്ട്. അവളെ ഇഷ്ടത്തിന് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കഴിയുന്നത് ചെയ്യും. TCV പുതുക്കാട്.
സംസ്ഥാനത്ത് തിങ്കളാഴ്ചയും താപനില ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കളമെഴുത്തുപാട്ടിലെ കുലപതിയും പാറമേക്കാവ് ക്ഷേത്രത്തിലെ കോമരവുമായിരുന്ന മുളകുന്നത്താവ് കല്ലാറ്റ് ബാലകൃഷ്ണക്കുറുപ്പ് അനുസ്മരണം പാറമേക്കാവ് അഗ്രശാലയിൽ നടന്നു. പാറമേക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് എം ബാലഗോപാലന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മുൻ കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത തീയാട്ട് കലാകാരൻ തീയാടി രാമൻ നമ്പ്യാർക്ക് ബാലകൃഷ്ണക്കുറുപ്പിന്റെ പേരിലുള്ള പുരസ്കാരം സുനിൽകുമാർ സമ്മാനിച്ചു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, പൂരപ്രേമി സംഘം കൺവീനർ വിനോദ് കണ്ടേങ്കാവിൽ, കിഴക്കോട്ട് അനിയന്മാരാർ, കല്ലൂർ രാമൻകുട്ടിമാരാർ, നന്ദൻ വാഗയിൽ എന്നിവർ സംസാരിച്ചു. വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യവും വിഷാംശങ്ങളും വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് എഴുത്തുകാരെന്ന് പി ബാലചന്ദ്രൻ MLA. സാഹിത്യ അക്കാദമിയിൽ യുവകലാ സാഹിത്യ സംഘടിപ്പിച്ച പുന്നയൂർക്കുളം സൈനുദ്ദീന്റെ കഥാസമാഹാരത്തിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നയൂർക്കുളം സൈനുദ്ദീൻ രചിച്ച ക്രിമിനൽ താമസിച്ചിരുന്ന വീട് എന്ന കഥാസമാഹാരം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ കഥാകൃത്ത് PK പാറക്കടവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. യുവകലാ സാഹിതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ MC രാജനാരായണൻ, കഥാകൃത്ത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി, CV പൗലോസ്, CG ജ്യോതിലക്ഷ്മി, ഷഫീർ വൈപ്പിൻകാട്ടിൽ, അബ്ദുൾ പുന്നയൂർക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കാർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന പുസ്തക പ്രകാശനവും പുരസ്കാര സമർപ്പണവും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് N രാജൻ നിർവഹിച്ചു. സംസ്കാർ സെക്രട്ടറി TK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AA ബാലകൃഷ്ണൻ MT സ്മൃതി ഭാഷണം നടത്തി. MA ബാലകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രന്ഥകർത്താക്കളായ ഡോക്ടർ VB പ്രസാദിന്റെ വസന്തം കുതിച്ച വയൽപ്പൂവ്, B ജോസുകുട്ടിയുടെ പ്രണയത്തിന്റെ ഫോസിൽ, നൈന മണ്ണഞ്ചേരിയുടെ അപ്പുവിന്റെ കഥ അമ്മയുടെയും TK രാധാകൃഷ്ണന്റെ ദ നേക്കഡ് മാൻ ഇൻ റെയിൻ എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. അവണൂർ എടക്കുളം അന്തരിങ്ങ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് നടപ്പുരകളുടെ സമർപ്പണവും ചുമർ ചിത്രങ്ങളുടെ നേത്രോന്മീലനവും നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നടപ്പുരകളുടെ സമർപ്പണം നിർവഹിച്ചു. തൃക്കണ്ടിയൂർ ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനകത്ത് വരച്ച ചുവർ ചിത്രങ്ങളുടെ നേത്രോന്മീലനവും മുഖ്യപ്രഭാഷണവും നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് AK പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേന്ദ്രൻ ചേലാട്ട്, മേൽശാന്തി സനൽ തിരുവേനി, വിവിധ തൈപ്പൂയ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ KK ജയറാം, A സുരേഷ്, A ശ്രീഹരി, സീതാരാമൻ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടപ്പുര പഞ്ചവാദ്യവും അരങ്ങേറി. ബുധനാഴ്ച വൈകിട്ട് 6:30 തൈപ്പൂയ ആഘോഷത്തിന്റെ കൊടിയേറ്റ് കർമ്മം ക്ഷേത്രം മേൽശാന്തി നിർവഹിക്കും. ഈ മാസം 11-ാം തീയതിയാണ് തൈപ്പൂയ ആഘോഷം. ദേശീയപാത കുട്ടനല്ലൂർ ചിലങ്ക പാടത്തിന് സമീപം തീപിടുത്തം. റോഡരികിലെ പറമ്പിലാണ് തീപിടിച്ചത്. ശക്തമായ പുക ഉയർന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് പരിക്ക്. കാണിപ്പയൂർ സ്വദേശി പ്രമേഷിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്ന് പന്നിത്തടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ വിളക്കം തറയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. വാണിജ്യം. പ്രകൃതിദത്ത സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ അച്യുത് വേദിക് ആൻഡ് നാച്ചുറൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 15ാം വാർഷികാഘോഷവും കസ്റ്റമർ മീറ്റപ്പും തൃശൂരിൽ നടന്നു. കുന്നത്തങ്ങാടിയിൽ നടന്ന വാർഷികാഘോഷവും കസ്റ്റമർ മീറ്റപ്പും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ ബോസ്കോ കളമശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അച്യുത് വേദിക് ആൻഡ് നാച്ചുറൽസ് ഉടമ പുഷ്പവല്ലി, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അച്യുദാസ് എന്ന ബ്രാൻഡ് നെയിമിൽ പുറത്തിറക്കുന്ന മെൻ ആൻഡ് വുമൺ ഹെയർ ഡൈ, ഡ്രൈ ഷാംപൂ, ഹെയർ ഓയിൽ, ഇരത്താളി, ഫേസ് പാക്ക്, ആണിരോഗമുക്തി തൈലം, ഹെർബൽ മസാല ടീ, ഡോഗ് ആൻഡ് ക്യാറ്റ് സ്കിൻ കെയർ ഓയിൽ എന്നിവയാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ. പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ പ്രകൃതിദത്ത കൂട്ടുകളുടെ ആധികാരിക അറിവാണ് അച്യുത് വേദിക് ആൻഡ് നാച്ചുറൽസിന്റെ പിൻബലം. പ്രകൃതി ഹെർബൽസ് എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം പിന്നീട് ടാക് മാനുഫാക്ചേഴ്സ് എന്ന പേരിലും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കി. വളർച്ചയുടെ ഭാഗമായി 2023 മുതൽ സ്ഥാപനം അച്യുത് വേദിക് ആൻഡ് നാച്ചുറൽസ് പ്രൈവറ്റ് ലിമിറ്റഡായും രൂപാന്തരപ്പെട്ടു.
ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകത്തെവിടെയും അച്യുതാസ് ബ്രാൻഡ് സൗന്ദര്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുമെന്നതിനാൽ നിരവധി ഉപഭോക്താക്കളാണുള്ളത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കിയുടെ രുചിക്കൂട്ടുകൾ ചാലിച്ച കാന്താരിക്കപ്പയും മീൻകറിയും ഇനി മുതൽ അച്യുതാസ് ബ്രാൻഡിലൂടെ ഓൺലൈനായി ലഭ്യമാകും. ഓൺലൈൻ വിൽപ്പനയ്ക്ക് പുറമെ അച്യുതാസ് ഉൽപ്പന്നങ്ങൾ കുന്നത്തങ്ങാടിയിലെ ഷോറൂമിലൂടെയും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8301897017 7558002226. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7700 രൂപ, പവന് 61600 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3369 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്തബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് ബജറ്റിലൂടെ കേന്ദ്രം ചെയ്തതെന്ന് മന്ത്രി. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നത കുലജാതൻ മന്ത്രിയാകണമെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നതായി സുരേഷ് ഗോപി. മാള ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചേർപ്പ് SHOയ്ക്ക് സസ്പെൻഷൻ. KO പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. KSU പ്രവർത്തകർ ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിലാണ് നടപടി. വ്യാജരേഖ ചമച്ച് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി നേടിയ ഉദ്യോഗസ്ഥനെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്താക്കി. ദേവസ്വത്തിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ജോലി ചെയ്യുന്ന കോലഴി സ്വദേശി അനൂപ് ചന്ദ്രനെയാണ് പുറത്താക്കിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയ തിരുവല്ലാമലയിലെ സർക്കാർ അതിഥി മന്ദിരം നോക്കുകുത്തിയായി മാറുന്നു. 20 വർഷം മുൻപാണ് അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. അപകടക്കിണിയായി നടുവലാൽ ജംഗ്ഷനിൽ മാൻഹോളിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. തകർന്ന സ്ലാബ് മാറ്റാൻ അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. കാഞ്ഞാണിയിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ സ്വകാര്യ ബസ്സുകൾ. ആംബുലൻസ് വഴിയിൽ കുടുങ്ങിയത് 5 മിനിറ്റോളം. ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ 3 സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.